തിയറം 13 അതിന് റേഷ്യോ ടെസ്റ്റ് എന്നൊരു പേരും കൂടെ ഉണ്ട്. തിയറം 13 റേഷ്യോ ടെസ്റ്റ്. അപ്പോൾ സീക്വൻസ് എക്സ് എൻ ബി എ സീക്വൻസ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് വിത്ത് ലിമിറ്റ് എൽ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ. അപ്പം നമ്മൾ എക്സ് എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് എക്സ് എൻ എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ്. അപ്പോൾ എക്സ് എൻ ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ എന്ന് നമുക്ക് പറയാമല്ലോ. എക്സ് എൻ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സീക്വൻസ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സാണ്. വിത്ത് എൽ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് എക്സ് എൻ പ്ലസ് എക്സ് എൻ. ഇഫ് എൽ ലെസ് ദാൻ 1, ആ റേഷ്യോയുടെ ലിമിറ്റ് ലെസ് ദാൻ 1 ആണ് എങ്കിൽ സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ആൻഡ് കൺവേർജസ് ടു 0. കൺവേർജൻ്റ് ആയിരിക്കും, കൺവേർജസ് ടു 0 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് തന്നേക്കുന്നത് എന്താണ്? സീക്വൻസ് എക്സ് എൻ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് സീക്വൻസ് വിത്ത് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ ലിമിറ്റ് ലെസ് ദാൻ 1 ആണ് എങ്കിൽ ആ സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു 0 ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് എക്സ് എൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എനും എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കില്ലേ? സീക്വൻസിലെ എല്ലാ എലമെൻറ്റുകളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് എൻ പ്ലസ് 1 എലമെൻറ്റും nth എലമെൻറ്റും കൂടെ ഉള്ള റേഷ്യോ എടുത്താൽ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ എന്നുള്ള സീക്വൻസിലെ എല്ലാ എലമെൻറ്റുകളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇതിൻ്റെ ലിമിറ്റ് നമ്മൾ തിയറം 7 നമ്മൾ പഠിച്ചതാണ്. എക്സ് എന്നുകൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ലിമിറ്റ് ഓഫ് എക്സ് എന്നും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ദെർഫോർ ലിമിറ്റ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് എൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? എല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് പറയാം. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിലത്തെ കാര്യം നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ട കാര്യമുള്ളൂ. നമുക്ക് തന്നേക്കുന്നത് ലിമിറ്റ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ്റെ ലിമിറ്റ് L ആണ്. അത് ലെസ് ദാൻ 1 ആണെങ്കിൽ സീക്വൻസ് എക്സ് കൺവേർജൻ്റ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ് എൻ പ്ലസ് 1 ബൈ എക്സിനുകൾ ഓരോന്നും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഈ ലിമിറ്റ് എന്തായാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് തിയറം 7 വെച്ചിട്ട്. അതുകൊണ്ട് നമുക്ക് L ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാം. ഇനി L ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് L ലെസ് ദാൻ 1 തന്നിട്ടുമുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു L ലെസ് ദാൻ 1. n സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആയതുകൊണ്ട് 1നും Lനും ഇടയ്ക്ക് ഒരു എലമെൻ്റ് എങ്കിലും കാണും, ഒരു റിയൽ നമ്പർ എങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ there exists a real number R such that 0 less than or equal to L is strictly less than R is strictly less than 1. L എന്ന് പറയുന്നത് 1നേക്കാളും ചെറുതായതുകൊണ്ട് Lനും 1നും ഇടയ്ക്ക് ഒരു റിയൽ നമ്പർ നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നമ്മൾ R എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു L ലെസ് ദാൻ R ലെസ് ദാൻ 1. ഇനി R എന്ന് പറയുന്നത് Lനേക്കാളും വലുതായതുകൊണ്ട് R മൈനസ് L എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എപ്സിലോൺ ഇസ് ഈക്വൽ ടു R മൈനസ് L എന്നെടുക്കാം. എപ്സിലോൺ ഈക്വൽ ടു R മൈനസ് L എടുത്താൽ സീക്വൻസ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സിൻ്റെ ലിമിറ്റ് L ആയതുകൊണ്ട് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ മൈനസ് L ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കെ എപ്സിലോൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സിൻ്റെ ലിമിറ്റാണ് L. അപ്പോൾ എക്സ് എൻ്റെ ലിമിറ്റ് L ആണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് L ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ നമുക്കൊരു കെ എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ലിമിറ്റഡ് ഡെഫിനിഷൻ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ ലിമിറ്റ് L ആയതുകൊണ്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കെ എപ്സിലോൺ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മളിതിൻ്റെ മോഡുലസ് മാറ്റുവാണെങ്കിൽ നമുക്ക് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ മൈനസ് എല്ലിൻ്റെ വാല്യൂ മൈനസ് എപ്സിലോണും പ്ലസ് എപ്സിലോണും ഇടയ്ക്കാണ്. L വെച്ച് ആഡ് ചെയ്താൽ L മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ ഈസ് ലെസ് ദാൻ L പ്ലസ് എപ്സിലോൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ നമ്മൾ നമ്മൾ ഒന്ന് മാറ്റി എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ്. L മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ ഈസ് ലെസ് ദാൻ L പ്ലസ് എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ നമുക്ക് കിട്ടും. നമ്മൾ ചെയ്ത് ഇത്രേ ഉള്ളൂ. എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ്റെ ലിമിറ്റ് L ആണ്. അതിൻ്റെ ലിമിറ്റ് L ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കെ എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എപ്സിലോൺ എന്ന് പറയുന്നത് നമ്മൾ R മൈനസ് L എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ ഒരു പോർഷൻ നമ്മൾ എടുക്കുവാണെങ്കിൽ എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ ഈസ് ലെസ് ദാൻ L പ്ലസ് എപ്സിലോൺ ആണ്. ഇനി L പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? L പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് L പ്ലസ് R മൈനസ് L ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ R എന്ന് നമുക്ക് പറയാൻ വേണ്ടി അതിൽ നിന്ന് നമുക്ക് എക്സ് എൻ പ്ലസ് 1 ഈസ് ലെസ് ദാൻ R ഇൻറ്റു എക്സ് എൻ എന്ന് കിട്ടൂല. ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ നമുക്ക് എന്ത് കിട്ടി? കെ എപ്സിലോൺ നോട്ടിൽ കെ എന്നാണ് ഇറങ്ങുന്നത്.
അപ്പോൾ എക്സ് എൻ പ്ലസ് വൺ ഈസ് ലെസ് ദാൻ ആർ ഇൻറ്റു എക്സ് എൻ ഫോർ ഓൾ എൻ ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് പറയും. അപ്പോൾ നമ്മൾ ചെയ്തു ഇത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞു എക്സ് എൻ പ്ലസ് വൺ ബൈ എക്സിനുകളെല്ലാം ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് അതിൻ്റെ ലിമിറ്റും ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0ആണ്. ഇനി എല്ലിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആയതുകൊണ്ട് എല്ലിനും 1നും ഇടയ്ക്ക് നമുക്കൊരു റിയൽ നമ്പർ ആർ കണ്ടുപിടിക്കാൻ പറ്റി. അപ്പം ആർ എന്ന് പറയുന്നത് എല്ലിനും 1നും ഇടയ്ക്ക് ആയതുകൊണ്ട് ആർ മൈനസ് എൽ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എപ്സിലോൺ ഈക്വൽ ടു ആർ മൈനസ് എൽ കൊടുത്തു. എക്സ് എൻ പ്ലസ് വൺ ബൈ എക്സ് എൻ്റെ ലിമിറ്റ് എല്ലാം എന്നുള്ള ഡെഫിനിഷൻ അപ്ലൈ ചെയ്തു. മോഡുലസ് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷൻ കിട്ടി. ഇനി നമ്മൾ ആ എപ്സിലോൺ നമ്മുടെ വാല്യൂ ആർ മൈനസ് എൽ എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എക്സ് എൻ പ്ലസ് വൺ ബൈ എക്സിൻ്റെ വാല്യൂ ഈസ് ലെസ് ദാൻ ആർ ഫോർ ഓൾ എൻ ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? എക്സ് എൻ പ്ലസ് വൺ ബൈ എക്സ് എൻ പ്ലസ് വൺ ബൈ എക്സ് എൻ ഈസ് ലെസ് ദാൻ ആർ ഫോർ ഓൾ എൻ ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് കിട്ടി. ഇനി നമ്മൾ ആർ എക്സ് എൻ പ്ലസ് വൺ ഈസ് ലെസ് ദാൻ ആർ ഇൻറ്റു എക്സ് എൻ ഫോർ ഓൾ എൻ ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് കിട്ടും. ഫോർ ഓൾ എൻ ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അപ്പോൾ എക്സ് എൻ പ്ലസ് വൺ ലെസ് ദാൻ ആർ ഇൻറ്റു എക്സ് എൻ. അങ്ങനെയാണെങ്കിൽ എക്സ് എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ആർ ഇൻറ്റു എക്സ് എൻ മൈനസ് വൺ ആയിരിക്കില്ലേ? നമ്മൾ എൻ ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആണ്. അപ്പോൾ എൻ പ്ലസ് വണ്ണിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോവാം. കെ വരെ നമുക്കിത് പറയാം. എക്സിന് ലെസ് ദാൻ ആർ ഇൻറ്റു എൻ പ്ലസ് വൺ വരുമ്പം ആർ ഇൻറ്റു എക്സ് എൻ. അപ്പോൾ എൻ വരുമ്പം ആർ ഇൻറ്റു എക്സ് എൻ മൈനസ് വൺ. എക്സ് എൻ മൈനസ് വൺ കൊടുത്തപ്പം ആർ ഇൻറ്റു എക്സ് എൻ മൈനസ് ടു. അങ്ങനെ ഇത് പോയി നമുക്കിത് എവിടം വരെ കൊടുക്കാൻ പറ്റും? എൻ ഈക്വൽ ടു കെ തൊട്ട് ഈ കണ്ടീഷനുണ്ട്. അപ്പോൾ നമ്മൾ എക്സ് റേസ് ടു എൻ പ്ലസ് കെ പ്ലസ് വൺ നമുക്കിത് കൊടുക്കാം. കെ പ്ലസ് വൺ എടുക്കുമ്പോൾ എന്ത് വരും? അത് ലെസ് ദാൻ ആർ ഇൻറ്റു എക്സ് കെ ആയിരിക്കുകയല്ലേ? എൻ പ്ലസ് വണ്ണിന് ആർ ഇൻറ്റു എക്സ് എൻ. അപ്പോൾ എൻ ഈക്വൽ ടു കെ തൊട്ട് നമ്മൾ മുകളിലോട്ട് കൊടുക്കുകയാണെങ്കിൽ പുറകോട്ട് കൊടുക്കുകയാണെങ്കിൽ എക്സ് കെ പ്ലസ് വൺ ഈസ് ലെസ് ദാൻ ആർ ഇൻറ്റു എക്സ് കെ. എൻ ഈക്വൽ ടു കെ തൊട്ട് നമുക്കിത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ എക്സ് എൻ പ്ലസ് വൺ ലെസ് ദാൻ ആർ ഇൻറ്റു എക്സ് എൻ. ഇനി എക്സ് എന്നിന് നമ്മൾ ആർ എക്സ് എൻ മൈനസ് വൺ കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സ് എൻ പ്ലസ് വൺ ഈസ് ലെസ് ദാൻ ആർ ഇൻറ്റു എക്സ് എൻ ആണ്. വേറെ എക്സ് എൻ ഈസ് ലെസ് ദാൻ ആർ ഇൻറ്റു എക്സ് എൻ. അപ്പോൾ അതിൽ നിന്ന് നമുക്കത് ആർ സ്ക്വയർ എക്സ് എൻ മൈനസ് വൺ എഴുതാമല്ലോ. എക്സ് എൻ പ്ലസ് വണ്ണും എക്സ് എൻ മൈനസ് വണ്ണും തമ്മിലാണെങ്കിൽ അത് ലെസ് ദാൻ ആർ സ്ക്വയർ എക്സ് എൻ മൈനസ് വൺ എന്ന് കിട്ടി. ഇനി ഇവിടെയാണെങ്കിലോ, ഇവിടെ നിന്ന് നമുക്ക് എക്സ് എൻ പ്ലസ് വൺ ഈസ് ലെസ് ദാൻ ആർ ക്യൂബ് ഇൻറ്റു എക്സ് എൻ മൈനസ് ടു എന്ന് പറയാം. അങ്ങനെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അത് നിങ്ങൾ ബ്രാക്കറ്റിൽ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താണ്? എക്സ് എൻ പ്ലസ് വൺ ഈസ് ലെസ് ദാൻ എക്സ് എൻ ഇൻറ്റു ആർ. ഇനി എക്സ് എൻ ഇൻറ്റു ആർ എന്ന് പറയുന്നത് ലെസ് ദാൻ, ഇതിനെ ആർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ആർ സ്ക്വയർ എക്സ് എൻ മൈനസ് വൺ. ഇനി ആർ സ്ക്വയർ എക്സ് എൻ മൈനസ് വണ്ണിന് എടുക്കുമ്പം ഈ സാധനത്തിനെ ആർ സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ആർ ക്യൂബ് എക്സ് എൻ മൈനസ് ടു. അപ്പോൾ ഇത് ഓരോന്നും നമുക്കിങ്ങനെ കിട്ടി. എക്സ് എൻ പ്ലസ് വണ്ണുകളെല്ലാം ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ, സീക്വൻസ് നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, സീക്വൻസിലെ എല്ലാ എലമെൻറ്റുകളും പോസിറ്റീവ് ആയതുകൊണ്ട് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ പ്ലസ് വൺ എഴുതാം. അപ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് ഗ്രെറ്റർ ദാൻ 0 ആയി. അപ്പോൾ 0 ലെസ് ദാൻ എക്സ് എൻ പ്ലസ് വൺ ഈസ് ലെസ് ദാൻ ആർ ഇൻറ്റു എക്സ് എന്ന് കിട്ടി. ഇനി എക്സ് എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ആർ ഇൻറ്റു എക്സ് എൻ മൈനസ് വൺ. അപ്പോൾ ആർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആർ സ്ക്വയർ എക്സ് എൻ മൈനസ് വൺ. എക്സ് എൻ മൈനസ് വണ്ണിന് നമുക്ക് ആർ എക്സ് എൻ മൈനസ് ടു കൊടുക്കുമ്പോൾ ആർ ക്യൂബ് എക്സ് എൻ മൈനസ് ടു എക്സെട്ര ലെസ് ദാൻ നമുക്ക് എന്ത് കിട്ടും? ഇതിങ്ങനെ പോയി എക്സ് എൻ മൈനസ് എക്സ് കെ കൊടുക്കുമ്പോൾ നമുക്ക് എൻ മൈനസ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് ആർ സ്ക്വയർ, എൻ മൈനസ് ടുവിന് കറസ്പോണ്ടിങ് ആയിട്ട് 3. അപ്പം നമുക്ക് ആർ റേസ് ടു എത്ര വരും എക്സ് കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ മൈനസ് ടു വന്നപ്പം 3. അപ്പോൾ എൻ മൈനസ് ടുവും 3യും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എൻ പ്ലസ് വണ്ണാണ് കിട്ടിയത്. അപ്പോൾ ഇത് ഈ ആറിൻ്റെ ഈ പവറും കെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എൻ പ്ലസ് വൺ കിട്ടും. അപ്പോൾ എൻ പ്ലസ് വൺ മൈനസ് കെ അല്ലേ? അപ്പോൾ എൻ മൈനസ് കെ പ്ലസ് വൺ. അപ്പോൾ ലെസ് ദാൻ ആർ റേസ് ടു എൻ മൈനസ് കെ പ്ലസ് വൺ കിട്ടും. ചെയ്ത പ്രോസസ്സ് ഒന്നും കൂടെ പറയാം. ഇവിടം വരെ നമ്മൾ ചെയ്തു. എന്നിട്ട് നമ്മൾ എക്സ് എൻ പ്ലസ് വൺ ഈസ് ലെസ് ദാൻ ആർ ഇൻറ്റു എക്സ് എൻ ഫോർ ഓൾ ഇൻ ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു കേക്ക് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം എൻ പ്ലസ് വണ്ണ് പറഞ്ഞു, പിന്നെ നമ്മൾ എന്നിന് പറഞ്ഞു എൻ മൈനസ് വൺ, അങ്ങനെ എക്സ് കെ പ്ലസ് വൺ വരെ നമുക്കിത് പറയാൻ പറ്റും. അപ്പം ആർ ഇൻറ്റു എക്സിനെ നമുക്ക് ആർ സ്ക്വയർ എക്സ് എൻ മൈനസ് വൺ എഴുതാം. ഇനി ആർ സ്ക്വയർ എക്സ് എൻ മൈനസ് വണ്ണ് നമുക്ക് ലെസ് ദാൻ ആർ ക്യൂബ് എക്സ് എൻ മൈനസ് ടു. അങ്ങനെ നമ്മൾ ചെയ്ത് പോയി നമുക്കിത് എക്സ് കെ വരെയുള്ള ടേംസാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റും ആറിൻ്റെ പവറും കൂടെ ആഡ് ചെയ്യുമ്പോൾ എൻ പ്ലസ് വൺ ആയിപ്പോഴും കിട്ടുന്നത്. ഇവിടെ എൻ, ഇവിടെ 1, ഇവിടെ സ്ക്വയർ എൻ മൈനസ് വണ്ണും 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ എൻ പ്ലസ് വൺ.
ക്യൂബും n മൈനസ് ടു കൂടെ ആഡ് ചെയ്യുമ്പോൾ n+1. അപ്പം നമ്മൾ എക്സ് കെ എടുക്കുമ്പം ആറിൻ്റെ പവർ എത്രയാണ് വരേണ്ടത്? n+1 മൈനസ് കെ. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 0 ലെസ് ദാൻ എക്സ് n+1 ഈസ് ലെസ് ദാൻ എക്സ് കെ ഇൻറ്റു r⁻n+1 മൈനസ് കെ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയത് 0 ഈസ് ലെസ് ദാൻ എക്സ് n+1 ഈസ് ലെസ് ദാൻ എക്സ് കെ r⁻n+1 മൈനസ് കെ എന്ന് കിട്ടി. ഇനി നമുക്ക് 0 ലെസ് ദാൻ എക്സ് n+1 ഈസ് ലെസ് ദാൻ എക്സ് കെ ഇൻറ്റു r⁻n+1 ഡിവൈഡഡ് ബൈ r⁻k. r⁻−k നമുക്ക് r⁻k എന്ന് എടുക്കാമല്ലോ, ഡിവൈഡഡ് ബൈ. അപ്പോൾ നമുക്ക് 0 ലെസ് ദാൻ എക്സ് n+1 ഈസ് ലെസ് ദാൻ സം c ഇൻറ്റു r⁻n+1 വേർ c ഈസ് ഈക്വൽ ടു എക്സ് കെ ബൈ r⁻k എന്ന് നമുക്ക് എടുക്കാം. കാരണം എക്സ് കെ എന്ന് കെ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് കെ ബൈ r⁻k എന്ന് പറയുന്ന ഒരു ഫിക്സഡ് നമ്പറാണ്. അപ്പോൾ നമുക്ക് ആ സി നമ്മളൊരു ഫിക്സഡ് നമ്പറായിട്ട് നമ്മൾ എടുത്തു, വിച്ച് ഇസ് എ പോസിറ്റീവ് റിയൽ നമ്പർ. കാരണം എന്താ? എക്സ് കെകളെല്ലാം പോസിറ്റീവാണ്. 6 എന്ന് പറയുന്നത് എല്ലിനും 1നും ഇടയ്ക്കായതുകൊണ്ട് 6ഉം പോസിറ്റീവാണ്. അപ്പോൾ സി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റിയൽ നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 ലെസ് ദാൻ എക്സ് n+1 ഈസ് ലെസ് ദാൻ സി ഇൻറ്റു r⁻n+1 വേർ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എല്ലിനും 1നും ഇടയ്ക്കുള്ളൊരു നമ്പറാണ്. അതായത് 0യ്ക്കും 1നും ഇടയ്ക്കുള്ളൊരു റിയൽ നമ്പറാണ് 6. അപ്പോൾ r⁻n കൺവേർജസ് ടു 0. 0യ്ക്കും 1നും ഇടയ്ക്കാണ് എങ്കിൽ ബിയുടെ വാല്യൂ 0. നമ്മളിവിടെ ബി വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ പ്രോബ്ലം ഒക്കെ ചെയ്തപ്പോൾ 2 പ്രാവശ്യം ചെയ്തതാണ്. 0യ്ക്കും 1നും ഇടയ്ക്കാണ് ബിയുടെ വാല്യൂ എങ്കിൽ bn കൺവേർജസ് ടു 0 എന്ന്. അപ്പോൾ ഇവിടെ ആറിൻ്റെ വാല്യൂ എല്ലിനും 1നും ഇടയ്ക്ക്, അപ്പോൾ അത് 0യ്ക്കും 1നും ഇടയ്ക്ക് ആയതുകൊണ്ട് r⁻n 0യിലോട്ട് കൺവേർജ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 0 ലെസ് ദാൻ എക്സ് എൻ ഈസ് ലെസ് ദാൻ സം സി ഇൻറ്റു r⁻n ഫോമിലാണ്. വേർ സി എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് റിയൽ നമ്പറാണ്. r⁻n എന്ന് പറയുന്നത് 0യിലോട്ട് കൺവേർജ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് സീക്വൻസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ തിയറം 4 അപ്ലൈ ചെയ്തിട്ട് ഒരു സീക്വൻസിൻ്റെ ലിമിറ്റ് 0 ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കണ്ടതാണ് എക്സ് എൻ ലിമിറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സ് എൻ മൈനസ് എക്സിൻ്റെ മോഡുലസ് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം സി ഇൻറ്റു an ഫോമിൽ വേർ സി ഈസ് എ പോസിറ്റീവ് റിയൽ നമ്പർ ആൻഡ് an എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ദാറ്റ് കൺവേർജസ് ടു 0 ആണ് എങ്കിൽ നമുക്ക് എക്സ് എൻ്റെ ലിമിറ്റ് എക്സ് ആണെന്ന് പറയാം. ഇവിടെ നമുക്ക് കിട്ടിയത് എന്താണ്? എക്സ് n+1 ൻ്റെ വാല്യൂ ഈസ് ലെസ് ദാൻ സി ഇൻറ്റു r⁻n+1 എന്ന് കിട്ടി. വേർ സി ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അത് എല്ലാ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കേക്കും നമുക്ക് ഇങ്ങനെ കിട്ടും. എക്സ് n+1ൻ്റെ വാല്യൂ ലെസ് ദാൻ സി ഇൻറ്റു r⁻n+1. അപ്പോൾ 0യുടെ 1ൻ്റെ ഇടയ്ക്കാണ് ആറിൻ്റെ വാല്യൂ ഉള്ളതുകൊണ്ട് r⁻n കൺവേർജസ് ടു 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0യ്ക്കും ഇതിനും ഇടയ്ക്ക് ആയതുകൊണ്ട് എക്സ് n+1 മൈനസ് 0യുടെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു r⁻n+1 വേർ r⁻n കൺവേർജസ് ടു 0. അതിൽ നിന്ന് നമുക്ക് എക്സ് എൻ സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു 0 എന്ന് പറയാമല്ലോ. എക്സ് n+1 കൺവേർജസ് ടു 0 എന്ന് പറയുന്നത് എക്സ് എൻ കൺവേർജസ് ടു 0 എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ നമുക്ക് എക്സ് എൻ കൺവേർജസ് ടു 0 അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് n+1 ബൈ എക്സ് എൻ്റെ ലിമിറ്റ് L ആണ്. അത് ലെസ് ദാൻ 1 ആണെങ്കിൽ എക്സ് എൻ കൺവേർജസ് ടു 0 എന്നായിരുന്നു നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടിയത്? എക്സ് എൻ മൈനസ് 0യുടെ മോഡുലസ് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു എ കൺവേർജിങ് സീക്വൻസ് എന്ന് കിട്ടി. അപ്പോൾ അത് എക്സ് എൻ അതിൽ നിന്ന് നമുക്ക് തിയറം 4 വെച്ചിട്ട് എക്സ് എൻ കൺവേർജസ് ടു 0 എന്ന് പറയാം. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഇനി പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ തിയറം യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് എക്സ് എൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എക്സ് n+1 ബൈ എക്സ് എൻ എന്ന് പറയുന്നൊരു പോസിറ്റീവ് ടേം സീരീസ് ആണ്. എക്സ് n+1 ബൈ എക്സ് എൻ്റെ ലിമിറ്റ് ഒരു ഫൈനൈറ്റ് നമ്പർ ലെസ് ദാൻ 1 ആണ്. എൻ്റെ ലിമിറ്റ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഈ എക്സ് എൻ എന്നുള്ള സീക്വൻസ് 0യിലോട്ട് കൺവേർജ് ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പ്രോബ്ലം അങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഷോ ദാറ്റ് ലിമിറ്റ് n/2n ഈസ് ഈക്വൽ ടു 0. അപ്പോൾ n/2n നമ്മൾ എക്സ് എൻ ആയിട്ട് എടുത്താൽ n/2n എടുത്താൽ എക്സ് n+1 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? അത് n+1/2n+1 ആയിട്ട് മാറും അല്ലേ? എക്സ് എന്നിൻ്റെ വാല്യൂ n/2n ആണെങ്കിൽ എന്നിന് പകരം n+1 വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് n+1 കിട്ടും. അപ്പോൾ എക്സ് n+1 എന്ന് പറയുന്നത് n+1 ഡിവൈഡ് ബൈ 2n+1 വരും. അപ്പോൾ നമ്മൾ എക്സ് n+1 ബൈ എക്സ് എൻ കൺസിഡർ ചെയ്താൽ അത് n+1/2n+1 ഡിവൈഡഡ് ബൈ n/2n വരും. എക്സ് n+1 ബൈ എക്സ് എൻ.
അത് n+1 ഡിവൈഡ് ബൈ 2n+1 ഇൻറ്റു 2n/n. 2n ഉം 2n+1 കൂടെ പോകുമ്പോൾ ഒരു 2 വരും, ഡിവൈഡഡ് ബൈ 2n എന്ന് കിട്ടി. സോ xn+1/xn എന്ന് പറയുന്നത് n+1/2n ആണ്. നമുക്കതിനെ 1+1/n ഡിവൈഡഡ് ബൈ 2 എന്ന് എടുക്കാം. ഇനി 1+1/n കൺവേർജസ് ടു 1 ആണ്. 2 കൺവേർജസ് ടു 2 എന്ന് നമുക്കറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ xn+1/xൻ്റെ ലിമിറ്റ് 1/2 കൺവേർജ് ചെയ്യുമെന്ന് പറയാമല്ലോ. നമ്മൾ x/z ഫോമുല അപ്ലൈ ചെയ്യുവാണ്. xn+1/xന് നമുക്ക് n+1/2n കിട്ടി. നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 1+1/n ഡിവൈഡഡ് ബൈ 2 ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ 1+1/n ഡിവൈഡഡ് ബൈ 2 ഫോമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1+1/n എന്നുള്ള സീക്വൻസ് 1 കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആണ്. 1/n കൺവേർജസ് ടു 0 ആയതുകൊണ്ട് 1+1/n കൺവേർജസ് ടു 1 ആണ്. 2 എന്നുള്ള കോൺസ്റ്റൻറ്റ് സീക്വൻസ് കൺവേർജസ് ടു 2 ആണ്. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് കൺവേർജസ് ടു 1/2. അപ്പോൾ നമുക്ക് xn+1/xൻ്റെ ലിമിറ്റ് 1/2 എന്ന് കിട്ടി. ലിമിറ്റ് ഓഫ് xn+1/xn ഈസ് ഈക്വൽ ടു 1/2. 1/2 എന്ന് പറയുന്നത് 1നേക്കാളും ചെറിയൊരു നമ്പറാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ലിമിറ്റ് ഓഫ് xn എന്ന് പറയുന്നത് 0 ആയിരിക്കും. തിയറം 13 റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്താൽ xn+1/xൻ്റെ ലിമിറ്റ് <1 ആയതുകൊണ്ട് xൻ്റെ ലിമിറ്റ് 0 ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് പറയാം ലിമിറ്റ് ഓഫ് n/2n ഈസ് ഈക്വൽ ടു 0. ഇതല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം n എന്ന് പറയുന്ന ഒരു ഡൈവേർജൻ സീക്വൻസ് ആണ്. 2n നമുക്ക് 1/2n എടുക്കുമ്പോൾ കൺവേർജസ് ടു. അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളൊരു പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് ഇതിന് റേഷ്യോ ടെസ്റ്റ് നമുക്ക് രക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ ഈ പ്രോബ്ലമൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തേതൊക്കെ നമുക്ക് റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെക്കൻഡ് സെക്ഷൻ വരുന്നത്.